Question. Given an open loop transfer function of a control system, g of s h of s is equal to k divided by s into s square plus 2s plus 5. Then find the value of k. Question. Find value of k such that phase margin is 45 degree. Is 45 degree. സോ ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടീഷൻ തന്നിരിക്കുന്നത് ഫേസ് മാർജിൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ കെ എന്താണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ് മാർജിൻ എന്നുള്ളതാണ്. സോ ബൈ ഡെഫിനിഷൻ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് ഫേസ് മാർജിൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി പ്ലസ് ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എച്ച് ഓഫ് ജെ ഒമേഗ അറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ ജി സി. അതായത് ഫ്രീക്വൻസി ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ആകുമ്പോൾ ആ സമയത്തുള്ള ഫേസ് ആംഗിളിനോട് കൂടിയിട്ട് 180 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. സോ ഫേസ് മാർജിൻ ഈസ് 180 പ്ലസ് ആംഗിൾ അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ജി സി. സോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഈ ഫേസ് മാർജിൻ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്നാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 45 ഇസ് ഈക്വൽ ടു 180 പ്ലസ് ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എച്ച് ഓഫ് ജെ ഒമേഗ അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ ജി സി എന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് ഇതിൻ്റെ അന്ന് കിട്ടുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ ലെറ്റ് ബി ജി സി ഇൻറ്റു എച്ച് ഓഫ് ജെ ഒമേഗ ജി സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 45 എന്ന് കിട്ടും. സോ 45 മൈനസ് 180 ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് 135 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. സോ ഒമേഗ ജി സി എന്ന് പറയുന്നത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. എന്താണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി? ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ ഗെയിൻ ബിക്കം യൂണിറ്റി ഓർ 0 dB. സോ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളുടെ തന്നിരിക്കുന്ന ജി ഓഫ് ജെ ഒമേഗ എച്ച് ഓഫ് ജെ ഒമേഗ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ജി ഓഫ് എസ് ഗിവൺ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ആണ് തന്നിരിക്കുന്നത്. സോ എസിനെ ജെ ഒമേഗ കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ജി ഓഫ് ജെ ഒമേഗ എച്ച് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ ജെ ഒമേഗ ഇൻറ്റു എസ് എന്നുള്ളടത്ത് ജെ ഒമേഗ സ്ക്വയർ കൊടുക്കുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2j ഒമേഗ പ്ലസ് 5 എന്ന് പോകും. ഇറ്റ് ഇസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ഇൻറ്റു 5 മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2j ഒമേഗ എന്നായി. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സൈനുസോയിഡൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നൗ ഒറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ജി സി അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ ജി സി. ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എച്ച് ഓഫ് ജെ ഒമേഗയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന മൈനസ് 135. സോ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഒമേഗ ജി സിയിൽ മൈനസ് 135 ആയിട്ട് മാറും. ഓക്കെ, നൗ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള കോൺട്രിബ്യൂഷൻ. സോ ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ 1/j ഒമേഗ എന്ന് പറയുന്നത് മൈനസ് 90 ഡിഗ്രിയാണ്. കാരണം ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ്. ഓക്കെ, ഡിനോമിനേറ്റർ ആയതുകൊണ്ടാണ് മൈനസ് വന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു റീസൺ ടാൻ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് ഒമേഗ, എ എന്ന് പറയുന്നത് 0 ആണ്. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഡിനോമിനേറ്റർ ഫംഗ്ഷൻ ആയതുകൊണ്ട് മൈനസ് 90 എന്ന് വന്നു. നൗ ആംഗിൾ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എസ് മൈനസ് ഒമേഗ 5 മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2j ഒമേഗയുടെ ആംഗിൾ എന്ന് പറയുന്നത് അതിന് നമുക്ക് ആംഗിൾ ഓഫ് 1/5 മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2j ഒമേഗ എന്ന് പറയുന്നത് മൈനസ് ഓഫ്
ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ബി ബൈ എ എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുമ്പോൾ 2 ഒമേഗ, എ എന്ന് പറയുന്നത് 5 മൈനസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ മൈനസ് ഓഫ് 5 മൈനസ് ഒമേഗ സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് 2 ഒമേഗ ഡിവൈഡ് ബൈ 5 മൈനസ് ഒമേഗ സ്ക്വയർ. ഈ രണ്ട് ആംഗിളുടെയും കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന മൈനസ് 135 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മൈനസ് 90 മൈനസ് ടാൻ ഇൻവേഴ്സ് 2 ഒമേഗ divided by 5 minus omega square equal to minus 135 degree. Okay. So omega എന്ന് പറയുന്നത് ഈ കേസിൽ ഒമേഗ ജി സി ആണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. സോ 90 മൈനസ് ആൻഡ് മൈനസ് എല്ലാ സൈഡിലും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് tan inverse 2 omega gc divided by 5 minus omega gc square equal to this is the right and the left. So 135 minus 90 എന്ന് എഴുതാൻ പറ്റും. So 135 minus 90 equal to minus tan inverse 2 omega gc minus 5 omega gc square റൈറ്റ് സൈഡിലേക്ക് മൈനസ് 135 പ്ലസ് ആകും. സോ 135 മൈനസ് 90 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോ ടാൻ ഇൻവേഴ്സ് 2 ഒമേഗ ജി സി ഡിവൈഡഡ് ബൈ 5 മൈനസ് ഒമേഗ ജി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ 135 മൈനസ് 90 എന്ന് പറയുമ്പോൾ 45. നൗ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാൻ എടുക്കുക. സോ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് ഓൾസോ രണ്ട് സൈഡിലും ടാൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഒമേഗ ജി സി ഡിവൈഡ് ബൈ 5 മൈനസ് ഒമേഗ ജി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ 45 വിച്ച് ഈസ് 1. ഓക്കെ, സോ ഇത് 1 ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നത് 2 ഒമേഗ ജി സി is equal to 5 മൈനസ് ഒമേഗ ജി സി സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകും. ഒമേഗ ജി സി സ്ക്വയർ പ്ലസ് 2 ഒമേഗ ജി സി then minus 5 equal to 0 now. So this is a quadratic equation in omega gc minus b plus 4 minus root of b square minus 4ac solve ചെയ്യുമ്പോൾ ഒമേഗ ജി സി എന്ന് പറയുന്നത് നമുക്ക് 1.45 എന്നും പിന്നെ ഒരു നെഗറ്റീവ് വാല്യൂയും കിട്ടും. സോ ഒമേഗ ജി സി ഫ്രീക്വൻസി നെഗറ്റീവ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വി വിൽ ടേക്ക് ഒമേഗ ജി സി ഇസ് ഈക്വൽ ടു 145. സോ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1.45 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് എന്ന് നമുക്ക് കിട്ടും. സോ നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് ജെ ഒമേഗ എച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് കെ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ഇൻറ്റു 5 മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2j ഒമേഗയാണ് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ജി സി ആകുമ്പോൾ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ 1.45 ആകുമ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആകും. കാരണം ഒമേഗ ജി സി എന്ന് പറയുന്നത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയാണ്. സോ നമുക്കിവിടെ എഴുതാൻ പറ്റും അറ്റ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഒമേഗ ജി സി മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ എച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് 1 ആണ്. സോ മാഗ്നിറ്റ്യൂഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ജെ ഒമേഗയുടെ. സോ അത് ഒമേഗ എന്ന് വരും. ദെൻ റൂട്ട് ഓഫ് 5 മൈനസ് ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നുള്ളടത്ത് 5 മൈനസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ദെൻ 2j ഒമേഗയുടെ ബി എന്ന് പറയുമ്പോൾ 2 ഒമേഗയാണ്. സോ 4 ഒമേഗ സ്ക്വയർ എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ അല്ലെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ ടേക്കിംഗ് ദ സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് കിട്ടുന്നത് ദെൻ പുട്ട് ഈസ് ഈക്വൽ നമുക്ക് ഒമേഗ ഓൾറെഡി കണ്ടുപിടിച്ചു. ഒമേഗ എന്ന് പറയുന്നത് 1.45 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഓഫ് ഒമേഗ കെ ഡിവൈഡഡ് ബൈ 1.45 ഇൻറ്റു റൂട്ട് ഓഫ് 5 മൈനസ് 1.45 the whole square plus 4 into 1.5 the whole square is equal to 1. Okay, so ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ k is equal to k to the right 1 into 1.45 into square root of
ഈ സം ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കെ എന്ന് പറയുന്നത് 5.92 എന്നായിരിക്കും. സോ മെത്തേഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫേസ് മാർജിൻ്റെ ഇക്വേഷൻ എഴുതുക. ഫേസ് മാർജിൻ തന്നിരിക്കുന്ന 45 ഡിഗ്രി എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 180 പ്ലസ് ആംഗിൾ ഓഫ് ജി ഒമേഗ എച്ച് ഓഫ് ജി ഒമേഗ. അതിൽ നിന്ന് ഫേസ് മാർജിൻ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിലെ ആംഗിൾ നമുക്ക് കിട്ടും -135 ഡിഗ്രി. നൗ ആംഗിളിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗിൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ ടേമിൻ്റെയും ജെ ഒമേഗയുടെ ആംഗിൾ കോൺട്രിബ്യൂഷൻ -90 ഡിഗ്രിയാണ്. -90 ഡിഗ്രി. ദെൻ സെക്കൻഡ് ടേമിൻ്റെ ആംഗിൾ കോൺട്രിബ്യൂഷൻ -2 ഒമേഗ -5 ഒമേഗ സ്ക്വയർ ആണ്. ഇത് രണ്ട് ആംഗിളും കൂട്ടുമ്പോൾ -135 കിട്ടും. അതിൽ നിന്ന് ഈ ആംഗിൾ കണ്ടുപിടിച്ചു 45 ഡിഗ്രി. ദെൻ രണ്ട് സൈഡും ടാൻ എടുക്കുമ്പോൾ 2 ഒമേഗ ജി സി ബൈ 5 - ഒമേഗ ജി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ദെൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ഒമേഗ ജി സി കിട്ടും. ഒമേഗ ജി സി അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വാല്യൂ 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ കെ ഇസ് ഈക്വൽ ടു 5.92 എന്ന് കിട്ടും.